എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തക പരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി. ചാൾസ് ഡിക്കിൻസിൻ്റെ 2 നഗരങ്ങളുടെ കഥ എന്ന പുസ്തകം പരിചയപ്പെടുത്തുന്നു. പാവപ്പെട്ടവൻ്റെ കഥ ലോകത്തിനോട് പറഞ്ഞ ആദ്യ ഇംഗ്ലീഷ് സാഹിത്യകാരനാണ് ചാൾസ് ഡിക്കിൻസ്. അസാധാരണമായിരുന്നു ആ രചനാ വൈഭവം. അതിനു മുൻപ് ഷേക്സ്പിയറിനു മാത്രമേ അത്രയ്ക്ക് വായനക്കാരെ കിട്ടിയിരുന്നുള്ളൂ. 1812 അദ്ദേഹം ഇംഗ്ലണ്ടിൽ ജനിച്ചു. ഒലിവർ ട്വിസ്റ്റ്, ഡേവിഡ് കോപ്പർഫീൽഡ്, നിക്കോളാസ് നിക്കോൾബി എന്നിവയാണ് ശ്രദ്ധേയമായ അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികൾ. പത്രപ്രവർത്തന രംഗത്തും ചാൾസ് സ്വന്തമായ ഒരു സരണി തുറന്നിരുന്നു. പിക്വിക് പേപ്പറുകൾ എന്ന അദ്ദേഹത്തിൻ്റെ സ്ഥിരം പങ്ക്തി വിശ്വവിഖ്യാതമായി മാറുകയുണ്ടായിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കറുത്തതും മനുഷ്യത്വരഹിതവുമായ മുഖം അത് ഉയർത്തിവിട്ട സത്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യത്തിൽ നിന്ന് എത്ര അകന്നു നിൽക്കുന്നുവെന്ന് ലോകത്തോട് പറഞ്ഞ കൃതിയാണ് 2 നഗരങ്ങളുടെ കഥ. 1870 ഡിക്കിൻസ് യശശരീരനായി. മിസ് ലൂസി അതിസുന്ദരിയായ ഒരു യുവതിയാണ്. പൂർണ്ണമായ പേര് മിസ് ലൂസി മാനറ്റ്. പക്ഷേ അവർ അനാഥയായിരുന്നു. അവളുടെ അച്ഛൻ ഡോക്ടർ മാനറ്റ് 18 വർഷം മുമ്പ് മരിച്ചുപോയിരുന്നു. അച്ഛൻ്റെ വക ബാങ്ക് നിക്ഷേപങ്ങളെക്കുറിച്ചറിയാനാണ് ലൂസി ബാങ്ക് ജീവനക്കാരനും പിതാവിൻ്റെ സുഹൃത്തുമായിരുന്ന ജാർവിസ് ലോറിയെ കണ്ടത്. ലോറി അവിശ്വസനീയമായ ഒരു കഥയാണ് അവളോട് പറഞ്ഞത്. അവളുടെ അച്ഛൻ ഡോക്ടർ മാനറ്റ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, പാരീസിൽ. അത് കേട്ട് അവർക്ക് ബോധക്ഷയമുണ്ടായി. ലൂസി പാരീസിലെത്തി. അവിടെ ഏറ്റവും വൃത്തികെട്ട ഒരു തെരുവിലേക്കാണ് ലോറി അവളെ കൊണ്ടുപോയത്. ഒരു വീഞ്ഞ് ഷോപ്പിൻ്റെ മുകളിലത്തെ ഇരുണ്ടുനാറിയ മുറിയിൽ ഒരു വൃദ്ധക്കോലം. അത് ഡോക്ടർ മാനറ്റാണെന്ന് വിശ്വസിക്കാൻ പോലും പഴയ ചങ്ങാതിക്ക് കഴിഞ്ഞില്ല. ലൂസി പിതാവിനെ ഇംഗ്ലണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോന്നു. വളരെ വേഗം തൻ്റെ ഭ്രാന്തൻ ജീവിതത്തിൽ നിന്ന് കരപറ്റുകയും ചികിത്സ പുനരാരംഭിക്കുകയും ചെയ്തു. 18 വർഷത്തെ ഇരുട്ടറവാസത്തിനു ശേഷം സ്വപ്നം കാണുകയാണെന്ന് അയാൾ കരുതി. ഇംഗ്ലണ്ടിൽ വെച്ച് ഫ്രഞ്ച് ചാരൻ എന്ന കുറ്റം ആരോപിക്കപ്പെട്ട് ചാൾസ് ഡാർണി എന്നൊരു ചെറുപ്പക്കാരൻ അറസ്റ്റിലാവുകയും വിചാരണ നേരിടുകയും ചെയ്തിരുന്നു. ഫ്രാൻസിൽ നിന്നും അച്ഛനുമായി മടങ്ങുമ്പോൾ ലൂസിയും അയാളെ കപ്പലിൽ വെച്ച് കണ്ടിരുന്നു. അതിനാൽ അവരും സാക്ഷിപ്പട്ടികയിൽ ഉണ്ടായി. ആ യുവാവിനെതിരെ ഒന്നും പറയാൻ ലൂസിക്കും പിതാവിനും താല്പര്യമില്ലായിരുന്നു. എന്നാൽ സിഡ്നി കാർട്ടൺ എന്ന കുടിയനും തലതിരിഞ്ഞവനുമായ ഒരു വക്കീലിൻ്റെ അത്ഭുതകരമായ ബുദ്ധി ഒന്നുകൊണ്ട് മാത്രമാണ് ഡാർണി കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെട്ടത്. കാർട്ടൺ വക്കീലിനും ഡാർണിയുമായുള്ള രൂപസാദൃശ്യമാണ് അയാൾക്ക് തുണയായത്. ഡാർണി യഥാർത്ഥത്തിൽ ഫ്രഞ്ചുകാരനായിരുന്നു. അക്രമ പ്രവർത്തനങ്ങൾക്ക് കുപ്രസിദ്ധമായ എവർമോണ്ട് ജന്മി കുടുംബത്തിലെ അംഗമായിരുന്നു അയാൾ. കുടുംബക്കാരുടെ അക്രമങ്ങളെ അനുകൂലിക്കാൻ കഴിയാതെയാണ് ഡാർണി ഇംഗ്ലണ്ടിലെത്തിയത്. കോടതിയിൽ സാക്ഷി പറയാനെത്തിയ ലൂസിയോട് രക്ഷപ്പെട്ട പ്രതി ഡാർണിക്കും വക്കീൽ കാർട്ടനും അഭിനിവേശം തോന്നി. കുടിയനും തലതിരിഞ്ഞവനുമായ തന്നെ സ്വീകരിക്കില്ലെന്ന് വക്കീലിന് അറിയാമായിരുന്നു. അകലെ നിന്നും ലൂസിയെ സ്നേഹിക്കുമെന്നും പകരമായി അല്പം സഹാനുഭൂതി മാത്രമേ തനിക്ക് വേണ്ടൂ എന്നും അറിയിച്ച് കാർട്ടൻ പോയി. അത് സമ്മതിച്ച ലൂസി അധികം താമസിയാതെ ഡാർണിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. രാജ്യത്തെ പട്ടിണിപ്പാവങ്ങളും ദരിദ്രവാസികളും ആയുധമെടുത്ത് രാജാവിനെതിരെയും ജന്മി പ്രഭു വർഗത്തിനെതിരെയും ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും ആക്രമണവും കൊള്ളയും ആരംഭിച്ചു. ഡാർണിയും ജന്മി കുടുംബത്തിലെ ഭൃത്യനെ തടവറയിൽ നിന്ന് രക്ഷിക്കാൻ യജമാനനായ ഡാർണി പാരീസിലെത്തി. പാവപ്പെട്ടവരോടുള്ള അയാളുടെ സ്നേഹവും ഭയവുമൊന്നും ഭ്രാന്ത് പിടിച്ച ജനത പരിഗണിച്ചതില്ല. അവർ ഡാർണിയെ തുറുങ്കിൽ അടച്ചു. അപ്പോഴേക്കും ലൂസിക്കും ഡാർണിക്കും ഒരു ഓമന ജനിച്ചിരുന്നു. അയാൾ തുറുങ്കിലായത് ഡോക്ടർ മാനറ്റും ലൂസിയും പുത്രിയും പാരീസിലെത്തി. ഡോക്ടർ മാനറ്റിനോട് വിപ്ലവകാരികൾക്ക് തികഞ്ഞ ആദരവായിരുന്നു. എവർമോണ്ട് കുടുംബത്തിലെ ജന്മിമാരായിരുന്നു അദ്ദേഹത്തെ 18 വർഷം തടവിലിട്ടത്. അതേ കുടുംബാംഗമായ ഡാർണിയെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായതുമില്ല. ഡാർണി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ഒടുവിൽ കാർട്ടൺ വക്കീൽ പാരീസിലെത്തി. അയാൾ ഡാർണിയെ ഒരിക്കൽ കൂടി രക്ഷപ്പെടുത്താൻ തീർച്ചപ്പെടുത്തി. ഡോക്ടർ മാനറ്റിനോടും കുടുംബത്തോടും രക്ഷപ്പെടുത്തുന്ന ഡാർണിയുമായി ഇംഗ്ലണ്ടിലേക്ക് പലായനം ചെയ്യാൻ ഒരുങ്ങി നിൽക്കാൻ ആവശ്യപ്പെട്ടു. അയാൾ സാഹസികമായി തന്നെ തുറുങ്കിലെത്തി. തൻ്റെ വസ്ത്രങ്ങൾ ഡാർണിക്ക് നൽകി. തടവുപുള്ളിയുടെ വസ്ത്രം സ്വയം ധരിച്ചു.
കാര്യങ്ങൾ ഡാർണിക്ക് മനസ്സിലാകും മുമ്പ് അയാളെ ബോധരഹിതനാക്കി ഒരു സഹായിയുടെ കൂടെ കാത്തു നിൽക്കുന്ന മാനറ്റ് കുടുംബത്തിന് സമീപം എത്തിച്ചു. ബോധം തെളിഞ്ഞപ്പോൾ ഡാർണി ഞെട്ടിപ്പോയി. താൻ രക്ഷപ്പെട്ടിരിക്കുന്നു. തനിക്ക് പകരം കാർട്ടൻ സ്വയം മരണത്തിന് നിന്നുകൊടുത്തിരിക്കുന്നു. ലൂസി നിലവിളിച്ചു. ദൂരെ നിന്ന് അയാൾ തന്നെ എന്നും സ്നേഹിക്കുകയാണെന്ന് അവൾ അറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൻ്റെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.